അന്ന് ഞങ്ങൾ 6 പേരുണ്ടായിരുന്നുള്ളൂ. അന്ന് ഇവിടെ ഇത് അഞ്ജലി തിയേറ്റർ ആയിരുന്നു. ഞാൻ ഇവിടെ തന്നെയായിരുന്നു കണ്ടിട്ടുള്ളത്. അപ്പോൾ അന്ന് 6 പേര് ഇന്ന് ഹൗസ്ഫുൾ ആയിരുന്നു. മൊത്തം ട്രിം ചെയ്യണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾക്ക് ജഗതിയുടെ സിനിമ കുറച്ചൊക്കെ ഇഷ്ടമായിരുന്നു, കുറച്ചുകൂടെ വേണമെങ്കിൽ വെക്കായിരുന്നു. ഹസ്ബൻഡും ഞങ്ങൾ അതും പറഞ്ഞിരിക്കുകയായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ സെലക്ട് ചെയ്യാനും കാരണമുണ്ടായത്. നന്നായിരുന്നില്ലേ? എനിക്കറിയില്ലേ, നല്ല സിനിമ, നല്ല അടിപൊളിയായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല പടമായിരുന്നു. നമുക്കെല്ലാം അറിയാവുന്ന പടമല്ലേ. അല്ല, ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും കാലം കഴിഞ്ഞിട്ട് വീണ്ടും ആ സിനിമ തിയേറ്ററിലാണ് കാണാൻ പറ്റിയത്. ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു 6-7 വയസ്സൊക്കെ ഉള്ളപ്പോഴും എന്തോ കണ്ടേ. ഇപ്പോൾ വീണ്ടും കണ്ടപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തം ട്രിം ചെയ്യണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾക്ക് ജഗതിയുടെ സിനിമ കുറച്ചൊക്കെ ഇഷ്ടമായിരുന്നു, കുറച്ചുകൂടെ വേണമെങ്കിൽ വെക്കായിരുന്നു. അല്ലേ, കൊള്ളായിരുന്നു, നല്ലൊരു ഇതായിരുന്നു. പക്ഷെ ഒരുപാട് സീൻസൊക്കെ കട്ട് ചെയ്ത് നമുക്ക് കുറേയൊക്കെ ഇതായിട്ടുണ്ട്. കുറേ ഭാഗങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവൻ ജഗതിയുടെ സീൻസൊന്നും ഒന്നും തന്നെ ഇല്ല. നന്നായിരുന്നില്ലേ? മ്യൂസിക് സൂപ്പർബായിരുന്നു. മോളും നല്ലപോലെ എൻജോയ് ചെയ്തു. ആക്ച്വലി നല്ലൊരു ഫിലിമായിരുന്നു. ഹസ്ബൻഡും ഞങ്ങൾ അതും പറഞ്ഞിരിക്കുകയായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ സെലക്ട് ചെയ്യാനും കാരണമുണ്ടായത്. സൂപ്പർബാണ്. അന്ന് എക്സ്പീരിയൻസ് ചെയ്യാതെ ആ ഫിലിമിനൊരു ലോസ് പറ്റിയത് ശരിക്കും വലിയൊരു ലോസ് തന്നെയായിരുന്നു എന്നുള്ളത് ഫിലിം കാണുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. യൂട്യൂബിലൊക്കെ ഈ പടം കണ്ടിട്ടുള്ളൂ, തിയേറ്ററിൽ നിന്ന് തന്നെ കാണേണ്ട ഒരു പടമാണ്. പിന്നെ അന്ന് ഏറ്റെടുക്കാത്തൊരു മണ്ടന്മാരെന്നല്ലേ പറയാൻ പറ്റൂ. ഇത്രയും നല്ലൊരു പടമൊക്കെ കൾട്ട് പടമാണ്. പിന്നെ കുറേ സീനില്ല, അതാണൊരു കുറേ കട്ട് ചെയ്താണ് ഇട്ടേക്കുന്നത്. പുതിയ വർഷം മസ്റ്റ് വാച്ചാണ്. ഇല്ല, ആക്ഷൻ സീൻസും ജഗതി ശ്രീകുമാറിൻ്റെ ഒറ്റ സീൻ പോലും ഇല്ല. അതാണ് പ്രശ്നം. അതിനൊരു വിഷമമുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല രസമുണ്ട്. ദേവദൂതൻ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തുടക്കത്തിൽ അവസാനവും സോങ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടഡ് വിത്ത് ഗൂസ് ബംസ്, എൻഡഡ് വിത്ത് ഗൂസ് ബംസ്. അൺഇമ്പോർട്ടൻറ്റ് സീൻസ് മാത്രമേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഓവറോൾ ഫിലിമിനെ അന്ന് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. സോ അങ്ങനെ ഒന്നും മിസ്സായതുപോലെ ഫീൽ ചെയ്തില്ല. അന്ന് ഞങ്ങൾ 6 പേരുണ്ടായിരുന്നുള്ളൂ. അന്ന് ഇവിടെ ഇത് അഞ്ജലി തിയേറ്റർ ആയിരുന്നു. ഞാൻ ഇവിടെ തന്നെയായിരുന്നു കണ്ടിട്ടുള്ളത്. അപ്പോൾ അന്ന് 6 പേര് ഇന്ന് ഹൗസ്ഫുൾ ആയിരുന്നു. ഇറ്റ് വാസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ജഗതി ശ്രീകുമാറിനെ സ്ക്രീനിൽ മിസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചില നല്ല സീൻസ് ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മിസ് ചെയ്തു. തുടക്കത്തിൽ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തെ കൂടെ കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നേനെ തോന്നി. നല്ല എക്സ്പീരിയൻസ്, നല്ല സിനിമ. അല്ല, ഞാൻ പണ്ട് കണ്ടിട്ടുള്ള സൂപ്പറായിരിക്കും. അടിപൊളിയായിരുന്നു. തിയേറ്റർ കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ്. ഞാൻ ടി വിയിലല്ല, യൂട്യൂബിലാണ് കണ്ടിട്ടുള്ളത്. കുഴപ്പമില്ല, നല്ല നൈസായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ കുറച്ച് സീൻ നമ്മുടെ ജഗതിച്ചേൻ്റെ സീനെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു, അത് മാത്രമേ ഉള്ളൂ. പടം നൈസായിരുന്നു. അയ്യോ 4K റെസൊല്യൂഷനിൽ അടിപൊളിയായിരുന്നു. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായിരുന്നു. ഭയങ്കര അടിപൊളിയാണ്. ഈ പറഞ്ഞ കണക്ക് ജഗതിച്ചേട്ടൻ്റെ കുറച്ച് സീൻസൊക്കെ കട്ട് ചെയ്ത് കുറച്ച് ഇതായിപ്പോയി. അന്നും ഇന്നും എല്ലാവർക്കും വേണം. അന്ന് ഞാൻ ലാലേട്ടൻ അഡിക്റ്റാണ്. എന്തായാലും നന്നായിരുന്നു. മ്യൂസിക്കൊക്കെ സൂപ്പർ എക്സ്പീരിയൻസ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കിടിലം പടം. എനിക്ക് ലാസ്റ്റ് ആ ഒരു സീനുണ്ട്, നല്ല ഹാർട്ട് ബ്രേക്ക്, അടിപൊളി. ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ഇല്ലേ, അത് കിടിലം. സൗണ്ടൊക്കെ കിടിലം. നമ്മളെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇത്തിരി ലാലേട്ടനത്തിൽ കാണാൻ പറ്റി നല്ല അഭിനയത്തോടെ. ഇല്ല, കുഴപ്പമില്ല, നല്ല സിനിമ. അടിപൊളിയായിരുന്നു. സൗണ്ടൊക്കെ ഒരു രക്ഷയില്ല. എന്തായാലും തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. ദേവദൂതൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ സ്ക്രീനിൽ കാണാനായിട്ട് നല്ല രസമായിരുന്നു. തിയേറ്ററിൽ കാണുന്ന ഫസ്റ്റ് ടൈമാണ്. അതിനെപ്പറ്റി എന്താ പറയുക, നേരത്തെ കണ്ടിട്ടുള്ള സിനിമയാണ്, പക്ഷേ തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ ഫീൽ അടിപൊളിയാണ്. ഞങ്ങൾക്ക് ടിക്കറ്റ് ഏറ്റവും ഫ്രണ്ടിലാണ്. അന്ന് വേണ്ടത്ര റെക്കഗ്നിഷൻ കിട്ടിയിരുന്നില്ല. ഇപ്പോൾ അടിപൊളിയാണ്. സോങ് അടിപൊളിയാണ്. അത് നമുക്ക് ആ ഒരു വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ആ ഒരു സൗണ്ട് എഫക്റ്റൊക്കെ വെച്ചിട്ട് അടിപൊളിയാണ്.